അധികാര മാറ്റത്തിന് പിന്നാലെ UAE സന്ദർശിച്ച് സിറിയൻ വിദേശകാര്യമന്ത്രി ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. സിറിയയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചർച്ചയായി. പതിറ്റാണ്ടുകൾ നീണ്ട ബഷാറുൽ അസദ് യുഗത്തിന് ശേഷം സിറിയയിൽ അധികാരത്തിൽ വന്ന പുതിയ സർക്കാരിന്റെ പ്രതിനിധിയായാണ് വിദേശകാര്യമന്ത്രി അസ്അദ് അൽ ഷൈബാനി UAEയിലെത്തിയത്. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിലായിരുന്നു കൂടിക്കാഴ്ച. രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമുള്ള സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ഇരുവരും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഓർത്തെടുത്തു. വ്യാപാരമടക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ആവശ്യമായ വിഷയങ്ങളും ചർച്ചയിൽ ഇടം പിടിച്ചു. സിറിയയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമുള്ള UAEയുടെ പിന്തുണ ഷെയ്ഖ് അബ്ദുള്ള അൽ ഷൈബാനിയെ അറിയിച്ചു. സിറിയൻ ജനതയുടെ സുരക്ഷ, സമാധാനം, സുസ്ഥിരത, ജീവിത നിലവാരം എന്നിവയ്ക്കായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് രാജ്യം ഉറച്ച പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് ബിൻ മുബാറക് അൽ മസ്റൂയി, അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പ്രതിരോധ മന്ത്രി മർഹഫ് അബു കസ്ര അടക്കമുള്ള ഉന്നതതല സംഘം സിറിയൻ വിദേശകാര്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു. മീഡിയ 1 അബുദാബി. സിറിയൻ വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം ഖത്തറിൽ. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. സിറിയയുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഖത്തർ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. എയർ ബ്രിഡ്ജ് വഴി ഖത്തർ തുടരുന്ന സഹായം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയായി. എമിറേറ്റിൽ 3000 വീടുകൾ നിർമ്മിക്കാനുള്ള ശതകോടി ദിർഹത്തിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകി ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ്. പുതുതായി വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. 540 കോടി ദിർഹമിന്റെ വമ്പൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയ ഷെയ്ഖ ഹിന്ദ് ഫാമിലി പദ്ധതിയിൽ സഹകരിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. യുവ എമിറാത്തികൾക്ക് വിവാഹം ചെയ്യാനും മികച്ച താമസ സ്ഥലം ഒരുക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി. വീടുകളിൽ 1181 എണ്ണം നിർമ്മിക്കുന്നത് ലത്തീഫ സിറ്റിയിലാണ്. അലിയലൈസിൽ 606 വീടുകളും വാദി അൽ അമാദിയിൽ 432 വീടുകൾ നിർമ്മിക്കും. അൽ അവിർ 1-ൽ 398 വീടുകളും ഹത്തയിലെ മക്കാൻ പ്രദേശത്ത് 200 വീടുകളും വിഭാവനം ചെയ്യുന്നു. ദുബൈയിലെ ഗ്രാമീണ മേഖലയിലും ഊദൽ മുത്തീനയിലും വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് മാന്യമായ പാർപ്പിടം നൽകുക, ജീവിത നിലവാരം ഉയർത്തുക, തൊഴിൽ ജീവിത സന്തുലിതത്വം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഷെയ്ഖ ഹിന്ദ് ഫാമിലി പദ്ധതി പ്രകാരം പ്രതിമാസം 30,000 ദിർഹത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് 3000 ദിർഹത്തിന്റെ ഭവന വായ്പാ ഇളവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ദമ്പതികൾക്ക് 10 ദിവസത്തെ ശമ്പളാവധി പദ്ധതിയിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. തൊഴിലെടുക്കുന്ന മാതാവിന് പ്രസവാവധിക്ക് ശേഷം 1 വർഷം വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട്. മീഡിയ 1 ദുബായ്. ദുബൈയിൽ സ്ത്രീകൾക്ക് മാത്രമായി പൊതു ബീച്ച് വരുന്നു. രാത്രിയിലും നീന്താൻ സൗകര്യം ഒരുക്കുന്ന ലേഡീസ് ബീച്ചിൽ സ്പോർട്സ് ക്ലബ്, വാണിജ്യ സേവനങ്ങൾ, കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കും. മംസാർ ബീച്ച് നവീകരണത്തിന്റെ 2ാം ഘട്ടത്തിലാണ് ലേഡീസ് ബീച്ച് നിർമ്മിക്കുന്നത്. ബീച്ച് വികസനത്തിന്റെ 2ാം ഘട്ടത്തിന് ദുബായ് മുനിസിപ്പാലിറ്റി 40 കോടി ദിർഹത്തിന്റെ കരാർ നൽകി. പദ്ധതി ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. മംസാർ ബീച്ച് വികസനത്തിന്റെ ആദ്യഘട്ടം 45% പൂർത്തിയായെന്ന് നഗരസഭയെ അറിയിച്ചു. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സൗദിയിലെ റിയാദ്, കിഴക്കൻ പ്രവിശ്യകളുടെ ഭാഗങ്ങളിലും മക്കയിലെ ഹൈറേഞ്ചുകളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്ക് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. നാളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹഫ്രൽ ബാത്തിൻ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലെ സുൽഫ, മജ്മ, അൽഗാത്ത്, ഷക്ര, ദവാത്മി, അഫീഫ് ഭാഗങ്ങളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. മദീനയിലും വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും ഹായിലും നാളെ മഴയെത്തും. അൽജൗഫ്, തബൂക്ക്, വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചു. മഴക്കൊപ്പം വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലും അൽജൗഫ് മേഖലയിലും താപനില വീണ്ടും കുറയുമെന്നാണ് മുന്നറിയിപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെ ഏറ്റവും കുറഞ്ഞ താപനില ഇനിയുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ ചൊവ്വാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി.
ശൈത്യകാല അവധിക്ക് ശേഷം UAE-യിലെ സ്കൂളുകൾ വീണ്ടും തുറന്നു. 3 ആഴ്ച നീണ്ട അവധിക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിലെത്തിയത്. പലരും നാട്ടിലെ അവധി ആഘോഷിച്ച ശേഷമാണ് ഇന്ന് സ്കൂളുകളിൽ തിരിച്ചെത്തിയത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാർത്ഥികൾ 2025 വർഷത്തിലെ അധ്യയനത്തിനായി സ്കൂളുകളിൽ എത്തിച്ചേർന്നത്. ഡിസംബർ 13 മുതലാണ് വിദ്യാർത്ഥികൾക്ക് ശൈത്യകാല അവധി ആരംഭിച്ചത്. ഏഷ്യൻ പാഠ്യപദ്ധതിയിലുള്ള സ്കൂളുകളിൽ അവസാന പാദത്തിന്റെ ആദ്യ ദിനമായിരുന്നു ഇന്ന്. പരീക്ഷാ ചൂടിലേക്ക് കൂടിയാണ് വിദ്യാർത്ഥികൾ എത്തിയത്. CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകൾ ഫെബ്രുവരി 2 വാരത്തോടെ ആരംഭിക്കും. ഇതേ ക്ലാസുകളിൽ പ്രായോഗിക പരീക്ഷ അതിനു മുമ്പുണ്ടാകും. കേരള സിലബസ് സ്കൂളുകളിൽ മാർച്ച് 3 മുതലാണ് 10-12 ക്ലാസുകളിലെ പരീക്ഷ. മറ്റു ക്ലാസുകളിലെ പരീക്ഷയും മാർച്ചിൽ നടക്കും. UAE സിലബസിലുള്ള സ്കൂളുകൾക്കും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങൾക്കും 2ാം പാദത്തിന്റെ ആരംഭമാണ് തിങ്കളാഴ്ച. അവധിക്കാലം ചെലവഴിക്കാനായി നാട്ടിലേക്ക് പോയ പ്രവാസികൾ UAE-യിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി UAE-യിലേക്കുള്ള യാത്രാ നിരക്ക് വിമാന കമ്പനികൾ കുറച്ചത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമായി. മീഡിയ 1 ദുബായ്. 6ാമത് മക്ക ഇന്റർനാഷണൽ അറബിക് കോൺഫറൻസ് ജിദ്ദയിൽ സമാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകരും ഭാഷാ പണ്ഡിതരും പങ്കെടുത്തു. സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഓഫ് കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസിന്റെ കീഴിലായിരുന്നു പരിപാടി. അറബി ഭാഷയും ഡിജിറ്റലൈസേഷൻ വെല്ലുവിളികളും എന്ന പ്രമേയത്തിലാണ് 6ാമത് മക്ക ഇന്റർനാഷണൽ അറബിക് കോൺഫറൻസ് സംഘടിപ്പിച്ചത്. 17 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 200ഓളം അറബി ഭാഷ പണ്ഡിതരും ഗവേഷകരും പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി ജിദ്ദയിൽ വെച്ചായിരുന്നു പരിപാടി. അറബേതര രാജ്യങ്ങളിലെ അറബി ഭാഷ അധ്യാപനം എന്ന തലക്കെട്ടിൽ നടന്ന സെഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഡോക്ടർ ഹുസൈൻ മടവൂർ അധ്യക്ഷനായിരുന്നു. അറബി ഭാഷ ആധുനിക കാലഘട്ടത്തിലെ തൊഴിൽ സാധ്യതകളും വിദ്യാഭ്യാസ സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിൻ്റെ അധ്യാപനം മെച്ചപ്പെടുത്തണം എന്നതാണ് ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ച്, അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് എങ്ങനെ അറബി ഭാഷയെ കൂടുതൽ സാർവത്രികമായി ഉപയോഗിക്കാം എന്നതാണ് വിഷയം. പ്രത്യേകിച്ച് അറബി ഭാഷയുടെ സാധ്യതകൾ കൂടി വരികയാണ്. അറബ് ലോകത്തുള്ള ജോലി സാധ്യതകളും കൂടി വരികയാണ്. 10 സെഷനുകളിലായി 40 ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. അറബി ഭാഷയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോഗങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന ശില്പശാലയും സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. സാബിത് സലീം, മീഡിയ 1 ജിദ്ദ. കഴിഞ്ഞ വർഷം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് 5.2 കോടിയിലേറെ യാത്രക്കാർ. മുൻവർഷത്തെ അപേക്ഷിച്ച് 15% വർധനവാണുണ്ടായത്. 5,27,00,000 യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ഹമദ് വിമാനത്താവളത്തിലെത്തിയത്. വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണക്കാണിത്. 2023 അപേക്ഷിച്ച് 15% വർധന. ഇതിൽ 1.2 കോടി പേർ പോയിന്റ് ടു പോയിന്റ് യാത്രക്കാരാണ്. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള പ്രധാന ട്രാൻസിറ്റ് ഹബ്ബാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇതാണ് യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി ഉയരാൻ കാരണം. എല്ലാ മാസവും 40 ലക്ഷത്തിലേറെ പേർ വിമാനത്താവളത്തിലെത്തിയെന്നാണ് കണക്ക്. 2,79,000 സർവീസുകളാണ് വിവിധ വിമാന കമ്പനികൾ ദോഹയിൽ നിന്നും ദോഹയിലേക്കുമായി നടത്തിയത്. 10% വർധന. കാർഗോ നീക്കത്തിൽ 12% വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 55 വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന ഹമദ് വിമാനത്താവളത്തിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 197 കേന്ദ്രങ്ങളിലേക്ക് പറക്കാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ചൈനയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 87% വർധന. മീഡിയ 1 ദോഹ. ജിദ്ദ എയർപോർട്ട് വഴിയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. 5 കോടിക്കടുത്ത് പേരാണ് കഴിഞ്ഞ വർഷം വിമാനത്താവളം വഴി യാത്ര ചെയ്തത്. പോയ വർഷത്തിന്റെ അവസാന ദിനത്തിൽ മാത്രം 1.25 ലക്ഷം പേർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു. 4,91,00,000 യാത്രക്കാരാണ് ജിദ്ദ എയർപോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ യാത്രക്കാരുടെ കണക്കാണിത്. യാത്രക്കാരുടെ എണ്ണത്തിൽ സർവകാല റെക്കോർഡാണ് കണക്കുകൾ. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് നേട്ടം. ഡിസംബർ 31 മാത്രം 1,74,600 യാത്രക്കാർ യാത്ര ചെയ്തിട്ടുണ്ട്. 2023 അപേക്ഷിച്ച് 14% 2024 യാത്രക്കാരുടെ വർധനവ്. 2,78,000 വിമാന സർവീസുകളാണ് വിമാനത്താവളം വഴി നടന്നത്. ബാഗേജുകളുടെ എണ്ണത്തിലും 21% വർധനവുണ്ടായി. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ജിദ്ദ എയർപോർട്ടിൽ നടപ്പാക്കിയ പശ്ചാത്തല വികസന പദ്ധതികളുടെ ഫലമായാണ് മികച്ച നേട്ടം കൈവരിക്കാനായത്. മീഡിയ 1 ജിദ്ദ. ഖത്തറിലെ ലുസൈൽ നഗരത്തിലെ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ട്രാം സർവീസിന് തുടക്കം. ലുസൈൽ ട്രാമിന്റെ 3ാമത്തെ ലൈൻ ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നിലവിലെ പിങ്ക്, ഓറഞ്ച് ലൈനുകൾക്ക് പുറമെയാണ്
ടർക്കിഷ് ബ്ലൂ ലൈനിൽ കൂടി ട്രാം സർവീസ് നടത്തുന്നത്. ലുസൈൽ QNB മെട്രോ സ്റ്റേഷനിൽ നിന്നും തുടങ്ങി നഗരം ചുറ്റി ലുസൈൽ QNBയിൽ തന്നെ ചെന്നെത്തുന്ന രീതിയിലാണ് സർവീസ്. ലുസൈൽ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ നടക്കുന്ന കായിക മത്സരങ്ങൾ, ബലേവാദ് വേദിയാകുന്ന വിവിധ പരിപാടികൾ എന്നിവയ്ക്കെത്തുന്നവർക്ക് പുതിയ ലൈൻ സഹായകരമാകും. ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായി 2022 ജനുവരിയിലാണ് ലുസൈൽ ട്രാം സർവീസ് തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലായിരുന്നു രണ്ടാമത്തെ ലൈനായ പിങ്ക് ലൈൻ ഉദ്ഘാടനം ചെയ്തത്. ലക്തൈഫിയ മുതൽ സീഫ് ലുസൈൽ നോർത്ത് വരെയാണ് പിങ്ക് ലൈൻ സർവീസ് നടത്തുന്നത്. മീഡിയ 1 ദോഹ. ഗതാഗത മേഖലയ്ക്ക് കരുത്തേകാൻ രാജ്യത്ത് വാട്ടർ ടാക്സി പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഒമാൻ ഗതാഗത മന്ത്രാലയം. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് മന്ത്രാലയം. മെട്രോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ മസ്കറ്റ് സ്ട്രക്ചർ പ്ലാൻ അനുബന്ധമായാണ് വാട്ടർ ടാക്സി. ഒമാനിൽ വാട്ടർ ടാക്സി പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. ഇതിനായി നിക്ഷേപകരെ ക്ഷണിച്ചിരിക്കുകയാണിപ്പോൾ. അടുത്ത മാസം 9 മുമ്പായി മന്ത്രാലയത്തിൽ നിന്നും രേഖകൾ കൈപ്പറ്റണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 6 മേഖലയിൽ പരിചയസമ്പത്തുള്ള കമ്പനികൾക്കാണ് മുൻഗണന. പദ്ധതി സംബന്ധിച്ച് ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം നേരത്തെ പഠനം നടത്തിയിരുന്നു. മസിറയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മസ്കത്തിൽ പദ്ധതി വിജയിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും. കടൽ ഗതാഗതത്തിന് സൗകര്യമൊരുക്കിയാണ് ടാക്സി സർവീസ് നടപ്പാക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വാട്ടർ ടാക്സി സംവിധാനം ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മെട്രോ ഉൾപ്പെടെയുള്ള ഗ്രേറ്റർ മസ്കറ്റ് സ്ട്രക്ചർ പ്ലാൻ അനുബന്ധമായാണ് വാട്ടർ ടാക്സിയും ഏർപ്പെടുത്തുന്നത്. സുരക്ഷിതമായ കടൽ സഞ്ചാര ടൂറിസമാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. പദ്ധതി നഗരത്തിലെ പൊതുഗതാഗത ശൃംഖലയിൽ മാറ്റം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേള മെയ് മാസത്തിൽ നടക്കും. DCC ആണ് മെയ് 8 മുതൽ 17 വരെ നടക്കുന്ന പുസ്തകമേളയുടെ വേദി. ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 34ാമത് പതിപ്പാണ് മെയ് മാസത്തിൽ നടക്കുന്നത്. ഖത്തറിലെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെയും നൂറുകണക്കിന് പ്രസാധകരാണ് എല്ലാ വർഷവും മേളയുടെ ഭാഗമാകാറുള്ളത്. വിപുലമായ അന്താരാഷ്ട്ര പങ്കാളിത്തവും ഖത്തറിലെ വിവിധ രാജ്യങ്ങളുടെ എംബസികളുടെ പങ്കാളിത്തവും ഈ വർഷവും ഉണ്ടാകുമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കുട്ടികളിലും യുവാക്കളിലും വായനാശീലം വളർത്തുന്നതിന് പ്രത്യേക പദ്ധതികളും ഇത്തവണ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പുസ്തക പ്രസാധകർക്കായി കൂടുതൽ പവലിയനുകൾ അനുവദിക്കും. നിരവധി സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഖത്തറി ബുക്സ് ഹൗസിന്റെ മേൽനോട്ടത്തിൽ 1972 ദോഹ പുസ്തകമേളയ്ക്ക് തുടക്കം കുറിച്ചത്. മീഡിയ 1 ദോഹ. വാർത്തകളിലേക്ക്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധികാരമേറ്റതിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഒമാനിൽ ഈ മാസം 12 പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രഖ്യാപനം. പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി ബാധകമായിരിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ഒമാനിൽ 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന പ്രൊമോഷനുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കാൻ വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. കുവൈത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സായാഹ്ന ഷിഫ്റ്റ് ആരംഭിച്ചു. രാജ്യത്തെ സർക്കാർ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സായാഹ്ന സേവനങ്ങൾ നൽകുന്നത്. വൈകിട്ട് 3:30 പ്രവൃത്തി സമയം ആരംഭിക്കും. എന്നാൽ സായാഹ്ന ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയത്തിന്റെ സൗകര്യം ലഭ്യമല്ലെന്ന് അധികൃതർ അറിയിച്ചു. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് ഔട്ട്ലെറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ആഗോള കേബിളുകളിലെ തടസ്സം കുവൈറ്റിലെ ഇന്റർനെറ്റ് സേവനങ്ങളെ ബാധിച്ചതായി അധികൃതർ. സേവനം എത്രയും വേഗം സാധാരണ നിലയിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായും സിട്ര വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ ശ്രമിക്കുമെന്നും സിട്ര അറിയിച്ചു. കുവൈത്തിൽ പൗരത്വം റദ്ദാക്കൽ നടപടികൾ തുടരുന്നു. അനധികൃതമായി പൗരത്വം നേടിയ 2876 പേരുടെ പൗരത്വം കൂടി റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതിൽ 13 പേർ പുരുഷന്മാരും 2863 സ്ത്രീകളുമാണ്. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷൈഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ അധ്യക്ഷനായ സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശത്തിൽ മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. ദേശീയ നിയമവുമായി ബന്ധപ്പെട്ട് 1959 അമീരി ഡിക്രി അനുസരിച്ചാണ് നടപടി സ്വീകരിച്ചത്. മീഡിയ 1 ഖത്തറിൽ നടത്തുന്ന ദോഹ റണ്ണിന്റെ രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നു. വിദേശികളിൽ നിന്നുൾപ്പെടെ ആവേശകരമായ പ്രതികരണമാണ് റണ്ണിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്തർ കായിക മന്ത്രാലയത്തിന്റെയും ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മീഡിയ 1 ദോഹ റൺ ഈ മാസം 24 അൽബിദ പാർക്കിലാണ് നടക്കുന്നത്. 10,000, 5,000, 2,500 മീറ്ററുകളിലാണ് മത്സരം.
പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഓപ്പൺ, മാസ്റ്റേഴ്സ് എന്നീ 2 കാറ്റഗറികളിൽ മത്സരം നടക്കും. കുട്ടികൾക്ക് ജൂനിയർ, മിനി കിഡ്സ് എന്നിങ്ങനെ 2 കാറ്റഗറിയാണുള്ളത്. ദോഹ റണ്ണിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ക്യൂ ടിക്കറ്റ്സ് വഴിയും ഖത്തർ സ്പോർട്സ് ഫോർ ഓൾ ഫൗണ്ടേഷന്റെ ആപ്ലിക്കേഷൻ വഴിയും രജിസ്റ്റർ ചെയ്യാം. മലയാളി സമൂഹത്തിനൊപ്പം തന്നെ സ്വദേശികളിൽ നിന്നും ഇതര രാജ്യക്കാരായ പ്രവാസികളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് രജിസ്ട്രേഷന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് ടീഷർട്ട്, മെഡൽ, ഇലക്ട്രോണിക് ബിഗ് തുടങ്ങിയവ ലഭിക്കും. എല്ലാ വിഭാഗങ്ങളിലെയും വിജയികൾക്ക് പ്രത്യേക മെഡലും ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടാകും. മീഡിയ 1 ദോഹ.